നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുധനാഴ്ച ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനെത്തി. ദേവസ്വം ബോർഡിന്റെ ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള മന്ത്രി വാസവന്റെ രാജി ആവശ്യപ്പെട്ട BJP 24-25 തീയതികളിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. 24 വൈകുന്നേരം തുടങ്ങി 25 വരെ നീണ്ടുനിൽക്കും. PM ശ്രീയിൽ എതിർപ്പ് തുടരാൻ CPI. ഇത് സംബന്ധിച്ച CPI മന്ത്രിമാർക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശം നൽകി. പാർട്ടി മന്ത്രിമാരുമായി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. പത്തനംതിട്ട കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപ്പാഡിലാണ് സംഭവം. രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവം സുരക്ഷാ വീഴ്ചയെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാനം വേണ്ട ജാഗ്രത കാണിച്ചില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. KPCC പുനഃസംഘടനയിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുനഃസംഘടനയിൽ കൂടിയാലോചന നടന്നിട്ടില്ല എന്ന പരാതിയെ തുടർന്ന് നാളെ നടത്താനിരുന്ന KPCC യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് VD സതീശൻ അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 8 മാസക്കാലമായി സമരം തുടരുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സ്ഥാപനത്തിൽ മുന്നിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. 3 FIRകളിലായി 361 പേർക്കെതിരെയാണ് കേസെടുത്തത്. DYFI കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ D മെഹറൂഫാണ് 1-ാം പ്രതി. PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ സമസ്ത രംഗത്ത്. തിടുക്കത്തിൽ നടപ്പാക്കാനുള്ള നീക്കം ആപൽക്കരമാണെന്ന സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. പദ്ധതി മതേതരത്തിന് ഭീഷണിയാണ്. വിദ്യാഭ്യാസ കാവി വൽക്കരിക്കപ്പെടുമെന്നും തമിഴ്നാട് മോഡൽ ബദൽ വിദ്യാഭ്യാസ നയം രൂപീകരിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. 2019 മിനിറ്റ്സാണ് പിടിച്ചെടുത്തത്. സ്വർണം പൂശാനെടുത്ത യോഗ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പിടിച്ചെടുത്ത മിനിറ്റ്സിലുള്ളത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദത്തിൽ അപേക്ഷ നൽകാനെത്തിയ ആളെ BJP പ്രവർത്തകർ പിടിച്ചുമാറ്റി. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ കലിംഗ് സംഗമം കഴിഞ്ഞ സുരേഷ് ഗോപി കാറിൽ മടങ്ങുമ്പോഴായിരുന്നു സംഭവം. കോതമംഗലത്ത് വയോധികയുടെ മാല പൊട്ടിച്ചോടിയ പ്രതി പിടിയിൽ. ബംഗാൾ സ്വദേശി അസ്മത്താണ് പിടിയിലായത്. കോതമംഗലം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ വ്യാപാരി ജീവനൊടുക്കി. ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന കുറിപ്പെഴുതി വെച്ചാണ് മുസ്തഫ ജീവനൊടുക്കിയത്. അതിതീവ്ര മഴ പ്രതീക്ഷിച്ചിരുന്നതിനാൽ മലപ്പുറം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പിൻവലിച്ചു. എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിലടക്കം 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്ന ആക്രമണത്തിൽ പ്രതികരണവുമായി ഉടമ K സുജീഷ. നാട്ടിലെ സമരക്കാർക്ക് ഒറ്റയ്ക്ക് ആക്രമണം നടത്താൻ കഴിയില്ലെന്നും പിന്നിൽ വലിയ ആസൂത്രണം നടന്നെന്നുമാണ് പ്രതികരണം. ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാവരും നടപ്പിലാക്കുന്നുവെങ്കിൽ കേരളത്തിലും നടപ്പിലാക്കണമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിണറായി വിജയൻ പറഞ്ഞാൽ CPIയുടെ എതിർപ്പ് മാറിക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. ശബരിമലയിലെ 30 വർഷത്തെ ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2025 ദേവസ്വം ബോർഡിനെതിരായ ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ താൻ സജീവമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആലപ്പുഴയിലെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടയാളാണ് താൻ. സജീവമാകുന്നത് ഏതെങ്കിലും കസേര നോക്കിയല്ല, പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കാനാണെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. തൃശൂരിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചിറ സ്വദേശി ലിൻഡോ ജോർജിനെയാണ് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറ്റിച്ചിറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വടിവാൾ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹലാൽ ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം ദേശീയവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നും ഭീകരവാദം, നിർബന്ധിത മതപരിവർത്തനം, ലൗഹ് ജിഹാദ് എന്നിവയ്ക്കാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള അമിത്ഷായുടെ അക്ഷീണ പരിശ്രമത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. അമിത്ഷായുടെ 61-ാം ജന്മദിനമാണിത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വീണ്ടും ഇന്ത്യൻ എംബസി തുറന്നതിനെ സ്വാഗതം ചെയ്ത താലിബാൻ. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് താലിബാൻ പ്രതിരോധ മന്ത്രി മുല്ല യാക്കൂബ് അഫ്ഗാൻ വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഭീഷണിയുമായി പോളണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറന്നാൽ പുടിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോളണ്ടിന്റെ ഭീഷണി. ഋഷഭ് ഷെട്ടി നായകനായും സംവിധായകനായും തിളങ്ങി കാന്താര ചാപ്റ്റർ 1-ന്റെ ഇംഗ്ലീഷ് വെർഷൻ റിലീസിനൊരുങ്ങുന്നു. ചിത്രം ഒക്ടോബർ 31-ന് തിയേറ്ററുകളിലെത്തും. ഇതോടെ ന്യൂസ് അറ്റ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.